സ്ഥലം എവിടെയാണ് നിങ്ങളുടെ ഏത് സ്ഥലത്തുനിന്നുള്ളത്? നാവായിക്കുളം. അത് ഏത് ലോക്സഭാ മണ്ഡലം അത്? അത് ആറ്റിങ്ങിൽ. ആറ്റിങ്ങല്. സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാവോ? പിന്നെ നമ്മുടെ അടൂർ പ്രകാശ്, പിന്നെ ജോയി, പിന്നെ നമ്മുടെ മുരളീധരൻ. ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ ചെയ്യാനായിട്ട് അവസരം കിട്ടിയത് പിന്നെ മുൻ MLA വി ജോയി, അദ്ദേഹം പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അടൂർ പ്രകാശും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചില ചില കാര്യങ്ങൾ മുരളീധരനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ഇതേപോലെ ചെയ്യാനുള്ള അവസരം ഇവർക്ക് കിട്ടിയല്ല, കിട്ടിക്കാണത്തില്ല. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ കേന്ദ്രമന്ത്രിയാണല്ലോ, ആയിരുന്നല്ലോ. അതുകൊണ്ട് എങ്കിലും പിന്നെ വി ജോയി എല്ലാ ജനസമ്മതനുമാണ്, എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഉണ്ട് അദ്ദേഹത്തെ പറ്റി. പിന്നെ ഇതുപോലെ മറിച്ചും കാണും. പിന്നെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് നമ്മളവിടെ നാവായിക്കുളത്തും. പിന്നെ ഒക്കെ നല്ല അഭിപ്രായമാണ് എന്ന് വെച്ച് അടൂർ പ്രകാശിനെ പറ്റി മോശം അഭിപ്രായം ആണെന്നല്ല, എങ്കിലും നമുക്ക് നല്ല അഭിപ്രായം തന്നെയാണ് വി ജോയിയെ പറ്റി. ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്ന ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? MLA ആയിരുന്നപ്പോഴത്തേക്ക് പിന്നെ ജോയിയിൽ നിന്ന് നല്ല നല്ല പിന്നെ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. വേണ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ പൊതുജനത്തിന് ആവശ്യമായ പല കാര്യങ്ങളും, മാത്രമല്ല എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ കണ്ടില്ല എന്ന് അദ്ദേഹം വയ്ക്കത്തില്ല. മാത്രമല്ല പിന്നെ ഒരു പ്രശ്നം ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അവിടെ അടുക്കുള്ളൊരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടിയെത്തുന്ന ഒരാളായിരുന്നു ജോയി. ഈ അടൂർ പ്രകാശിന് ഇവിടെ ഓഫീസൊക്കെ ഉണ്ടല്ലോ, അവിടെ ഓഫീസിലൊക്കെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, കാരണം വെച്ചാൽ അങ്ങനെ പുള്ളിക്കാരനുമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ നമ്മുടെ വി മുരളീധരൻ, പുള്ളി MP ആണ്, ഇവിടുത്തെ MP അല്ല എങ്കിലും കേന്ദ്രമന്ത്രിയാണ്. അപ്പം MP ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? പ്രത്യേകിച്ച് എനിക്കിപ്പം പറയാനോ ഒന്നുമില്ല, കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടില്ല. മാത്രമല്ല അദ്ദേഹമായിട്ട് അത്ര ഇടപഴകിയിട്ടില്ല, ഒരാവശ്യത്തിനുമായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. നിങ്ങൾ ഏത് സ്ഥലത്തുനിന്നുള്ളവരാ? കോഴിക്കോട്. ഏതാ ലോക്സഭാ മണ്ഡലം? അവിടെ ഏതാ? അവിടെ കോഴിക്കോട് മണ്ഡലമാണ്. അവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് അറിയോ? MK രാഘവൻ, എളമരം കരീം, MT രമേശ്. ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്തത് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? ഒരു ഇടതുപക്ഷക്കാരനാണ്. നാടിനകത്ത് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പോയിട്ടുള്ള ഒരാളാണ് എളമരം കരീം. ഞാൻ അദ്ദേഹത്തെ ഈ ലോക്സഭയിലേക്ക് അദ്ദേഹം എത്തണം, പാർലമെന്റിൽ എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അതുപോലെ തന്നെ നടക്കണം എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം പാർലമെന്റിനകത്ത് 5 വർഷക്കാലം മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, വ്യവസായ മന്ത്രിയായിരുന്നു. പിന്നെ അദ്ദേഹം രാജ്യസഭയ്ക്കകത്ത് MP ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അദ്ദേഹം വിജയിച്ചു വരണം. അദ്ദേഹത്തിന്റെ നാടിനകത്ത് നടത്തിയ, പാർലമെന്റുകൾക്കകത്ത് നടത്തിയ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, ഒരുപാട് ഇടപെടലുകളുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം വിജയിച്ച് നാടിനകത്ത് ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നാടും കേരളം എന്തായാലും പോകില്ല, ഇന്ത്യയും പോകരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കണം എന്നാണ് കരുതുന്നത്. അടുത്ത 5 വർഷത്തേക്ക് ഒരു MP എന്ന നിലയിൽ, പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് കാര്യം അദ്ദേഹം ശ്രദ്ധിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നാടിനകത്തുള്ള ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പം ഭരണഘടനയെ തന്നെ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നമ്മുടെ മുന്നിലുണ്ട്. ആ ഭരണകൂടത്തിനെതിരായിട്ട് ഒരു മതേതര ശക്തിയായിട്ട് ഇന്ത്യക്കകത്ത് നിൽക്കണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശേഷമുള്ളത് നാടിനകത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. ഇപ്പം ഗാന്ധിജി പറഞ്ഞത് വൈപ്പ് ഔട്ട് ദ ടീയേഴ്സ് ഓഫ് ദ കോമൺ മാൻ എന്നല്ലേ, അതുപോലുള്ള ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അത് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശബ്ദമായിട്ട്, കോഴിക്കോടിന്റെ ശബ്ദമായിട്ട് അദ്ദേഹം മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെയുള്ള മറ്റ് 2 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? അവരെന്തെങ്കിലും ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ മനസ്സിലോട്ടുണ്ടോ? നേരത്തെ പരിചയമൊക്കെ ഉണ്ട്. MK രാഘവൻ, അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം 15 വർഷത്തോളമായിട്ട് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിനകത്തുണ്ട്.
ഇപ്പൊ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗം പോലും പാർലമെന്റിനകത്ത് നടത്തിയ ഒരു വിശദമായ പ്രസംഗം പോലും ഇല്ലാത്ത വ്യക്തിയാണ് MK രാഘവൻ. അപ്പൊ അദ്ദേഹത്തെ ഇനിയും, അതായത് വീണ്ടും വീണ്ടും ഒരേ ആളെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നതിന് പകരമായിട്ട് നാടിനകത്ത് നല്ല വിശദമായിട്ട് രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ഒരാളെ പാർലമെന്റിന്റെ അകത്തേക്ക് അയക്കണം, അദ്ദേഹത്തിന് ഇടപെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പരവൂര് പരവൂർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ലോക്സഭാ മണ്ഡലം ഏതാണ്? നിങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്ത് ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടോ? ആരുടെയൊക്കെ പോസ്റ്ററുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? കൃഷ്ണകുമാർ, മുകേഷ്, പിന്നെ നമ്മളെ പ്രേമചന്ദ്രൻ. അപ്പൊ കൊല്ലം ലോക്സഭാ മണ്ഡലമാണ്. അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ പരിചയമുണ്ടോ? നേരത്തെ മുകേഷ് സിനിമയിലെ കണ്ടിട്ടുണ്ട്, പിന്നെ പ്രേമചന്ദ്രൻ അല്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് പേരുടെ പ്രവർത്തനങ്ങളില് ഇപ്പൊ മുകേഷിനെ കാണാനില്ല എന്ന് പറഞ്ഞ എന്തോ ഒരു FIR ഒക്കെ ആരോ പരാതിയൊക്കെ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. അത് പിന്നെ എന്താ, അദ്ദേഹത്തെ കണ്ടു കിട്ടിയോ? അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. നിങ്ങളുടെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഇവരുടെ എന്തെങ്കിലും, നിങ്ങൾ ജനങ്ങൾക്കായിട്ട് ഇവർ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ പാർലമെന്റ് സ്ഥാനാർത്ഥികൾ, പാർലമെന്റ് MP മാര്, അപ്പൊ അവരുടെ ജോലി എന്താണ്? അവര് എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, ഇതൊക്കെ തന്നെ. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? വോട്ട് ചെയ്യും, തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു തീരുമാനത്തിന്റെ ഒരു കാരണം എന്താണ്? ഇന്നയാൾക്ക് ഞാൻ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വേറെ തിരിച്ചു കുത്താന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ ഭരണം നല്ലതാണ്, അടിപൊളി ഭരണം. കേരളത്തിലെ ഭരണമാണോ അതോ കേന്ദ്രത്തിലെ ഭരണം? കേരളത്തിലെ ഭരണം, കേന്ദ്രത്തിലെ ഒരിക്കലും അല്ല. കേരളത്തിലെ ഭരണം അടിപൊളി. ഈ കേരളത്തിലെ ഭരണം നമ്മൾ പറയുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഇഷ്ടപ്പെടാത്ത കാര്യം, ഇപ്പം പ്രായം ചെന്ന അമ്മമാർ പോലും വെളിയിലിറങ്ങി പിച്ച കണ്ടാൻ തുടങ്ങി. ഒരു പെൻഷൻ പോലും കറക്റ്റിന് അവർക്ക് ആർക്കും കിട്ടുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ബാക്കി പിന്നീടുള്ള കാര്യങ്ങൾ ഒരുപാടില്ലേ. ഈ പെൻഷൻ സർക്കാർ പറയുന്നത് പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു ഔദാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശമില്ല. അപ്പൊ ആ ഒരു വാദത്തോട് നമ്മുടെ ഒരു അഭിപ്രായം എന്താണ്? ഇല്ല, കാര്യം എന്ന് പറയാൻ അവരിപ്പോ ഭരണത്തിൽ കയറിയപ്പോഴാണല്ലോ അവര് ഔദാര്യം തരുന്നു പറഞ്ഞു. അതിന് മുമ്പ് ഒരു വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇത്. അതിപ്പോ കയറിയ ഭരണക്കാരല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാശല്ലേ. ഈ ഭരണത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട കാര്യം എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനില്ല. വളരെ ബെറ്റർ, ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല, അടിപൊളി ഭരണം. ഇവർ ഇനി ഭരിച്ചു കഴിഞ്ഞാൽ ഇതുമല്ല നടക്കാൻ പോണത്. കേന്ദ്രത്തിലെ ഭരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? കേന്ദ്രത്തിലെ ഭരണങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, ഏറ്റവും ബെറ്റർ നല്ല ഭരണം തന്നെയാണ്. ഒരിക്കലും ഇത് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ നല്ല ഭരണമാണ്. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നുള്ളവരാ? നമ്മൾ കുണ്ട്ര. കുണ്ടറ എന്ന് പറയുമ്പോൾ കൊല്ലം ലോക്സഭ. കൊല്ലം കുണ്ട്ര. അവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? സ്ഥാനാർത്ഥികൾ കൊടുക്കുന്നിൽ സുരേഷ്, പിന്നെ വന്നിട്ട് അരുൺകുമാർ, അരുൺകുമാർ, പിന്നെ ബൈജു കലാശാല. അപ്പൊ അത് കൊല്ലം അല്ലല്ലോ. അത് അല്ലല്ല, നമ്മള് മണ്ഡലം വന്നിട്ട് മാവേലിക്കര. ഞങ്ങളെ കുണ്ട്ര, ഞങ്ങളുടെ കൊല്ലം വരും. അത് NK പ്രേമേന്ദ്രൻ, മുകേഷ്, കൃഷ്ണകുമാർ. അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇവരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം കഴിഞ്ഞ വർഷങ്ങളിലുള്ളത് എടുത്തു പറയാൻ പറ്റുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ മൂന്ന് പേരുടെ? ഇല്ല, കൊടുക്കുന്നിൽ MP നമുക്ക് കഴിഞ്ഞ 2 തവണയായിട്ട് പുള്ളിയായിരുന്നു MP. അങ്ങനെയുള്ള പരിചയമുള്ളൂ, അല്ലാതെ പ്രവർത്തനമായിട്ട് പരിചയമൊന്നും അറിയത്തില്ല. അവർ രണ്ടിനും പുതിയ സ്ഥാനാർത്ഥികളാണ്. കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് ആ സ്ഥാനാർത്ഥികളുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം പറയാൻ പറ്റുന്ന ഓർമ്മയിലുണ്ടോ? പ്രവർത്തനമായിട്ട് ഓർമ്മയിലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല പ്രവർത്തനം ആ മുകേഷും പ്രേമേന്ദ്രനും. മുകേഷ് ഇപ്പൊ MLA, പ്രേമേന്ദ്ര MP. കുഴപ്പമില്ല, അത്യാവശ്യം. ഇപ്പൊ നിലവിലുള്ള MP ആണല്ലോ പ്രേമേന്ദ്രൻ. അപ്പൊ അദ്ദേഹം പാർലമെന്റിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അതിന്റെ ക്ലിപ്പുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതൊന്നുമായിട്ട് അധികം ഞാൻ ഓർക്കുന്നില്ല. ക്ലിപ്പുകളൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള സ്പീച്ചുകളൊക്കെ, അതൊക്കെ കിട്ടും. അതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു 5 വർഷത്തില് ഇവരാണ് നമ്മുടെ ഇന്ത്യയുടെ
ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അവര് ഏത് രീതിയിൽ പ്രവർത്തിക്കണം, നമ്മൾ അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ? ചെയ്യാൻ പോകുന്നത് നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ത്യക്ക് വികസനം ഉണ്ടാവണം, അല്ലാതെ നമുക്ക് ആർക്കും പേഴ്സണലി ഉണ്ടാവണമെന്നല്ല. ഇന്ത്യക്ക് മൊത്തത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല പ്രവർത്തനം ചെയ്യണം. അതാരായാലും ആര് ജയിച്ചു വന്നാലും അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ താല്പര്യം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യക്ക് വികസനം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ, അതോ നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംസാരിക്കാനുള്ള നമുക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ അറിയത്തില്ല. എന്നാലും നമുക്ക് വലിയ ഇതുവരെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല ഭരണത്തിൽ. പിന്നെ ഈ വിലക്കയറ്റവും അത് തുറന്നുള്ള ബുദ്ധിമുട്ടുകളേ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ തന്നെ വിലക്കയറ്റം ഇല്ലേ, വിലക്കയറ്റം, പെട്രോളിന്റെ വില, ആവശ്യ സാധനങ്ങളുടെ വില കൂടുതൽ, അതൊക്കെ കൊണ്ട് ഈ വിലക്കയറ്റത്തിന്റെ കാരണം എന്തായിരിക്കാൻ സാധ്യതയുണ്ട്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളുടെ വില കൂടുന്നത്? അഴിമതിയായിരിക്കും. രൂപയുടെ മൂല്യം ഇടിയുന്നതുകൊണ്ടായിരിക്കും സാധനങ്ങളുടെ വില കൂടുന്നത്. രൂപയുടെ മൂല്യം ഇടുന്നത് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തോ അതുകൊണ്ടായിരിക്കും രൂപയുടെ മൂല്യം ഇടുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന. രൂപയുടെ മൂല്യം ഇടിയുമ്പോഴാണ് വിലക്കയറ്റം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്താണ്? നിങ്ങൾ ഇന്ത്യയിൽ തന്നെ തുടരാനാണോ, അതോ എന്തെങ്കിലും വേറെ ഏതെങ്കിലും വിദേശത്തെ രാജ്യത്തോട്ട് ഒരു അവസരം കിട്ടിയാൽ പോകുമോ? നേരത്തെ പോവായിരുന്നു, പക്ഷെ ഇപ്പം അവിടെ പോകുന്നവരെയൊക്കെ തിരിച്ചു കയറ്റി വിടുവാന്ന് അറിയുന്നതുകൊണ്ട് പോകാൻ താല്പര്യമില്ല. പോയി രക്ഷപ്പെടണം. ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഭരണത്തിൽ അവർ ചെയ്തതിനകത്ത് 2-3 പ്രതിമയൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഗുജറാത്തി സർദാർ വല്ലഭായ് പട്ടേലിന്റെ മുട്ടൻ ഒരു പ്രതിമ ഉണ്ടാക്കി. അത് നല്ലൊരു മികച്ച ഒരു പരിപാടിയായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന വികസനം നല്ലൊരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 4-5 റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ എയർപോർട്ടിന് തുല്യം തന്നെ നല്ല രീതിയിൽ വിപുലീകരിക്കുന്നുണ്ട്. അത് നല്ലൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ നമ്മുടെ പണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 രൂപയൊക്കെ ആയിരുന്നു 10 കൊല്ലം മുമ്പ്. അപ്പോൾ അത് അതിനിടയ്ക്ക് 50 രൂപയാക്കി. 5 രൂപയുള്ളൂ. 5 രൂപ അല്ലെ 10 രൂപ. 10 രൂപ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇപ്പോൾ 10 രൂപയുള്ളൂ. കൊല്ലത്ത് 10 രൂപയുള്ളൂ. എൻ്റെ അറിവിൽ ഇപ്പോൾ 10 രൂപയുള്ളൂ പ്ലാറ്റ്ഫോം ടിക്കറ്റ്. 50 രൂപയൊന്നും ആക്കിയിട്ടില്ല. 10 രൂപ. കാര്യം കൊല്ലം ടു കായംകുളം റെയിൽവേ ടിക്കറ്റ് 10 രൂപയുള്ളൂ. പ്ലാറ്റ്ഫോം ടിക്കറ്റും 10 രൂപ. മിനിമം ചാർജും പ്ലാറ്റ്ഫോം ടിക്കറ്റും സെയിം ആണ്, 10 രൂപ. എൻ്റെ അറിവിൽ 10 രൂപയാണ്. അത് നല്ലൊരു തീരുമാനമാണ്. അത് എല്ലായിടത്തും വില കൂടിയപ്പോൾ പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റായിട്ട് കുറയ്ക്കുന്നതിന് അതോടെ കൂട്ടണം എന്നുള്ളവരാണ്. കൊട്ടാരക്കര. കൊട്ടാരക്കര ഏത് മണ്ഡലമായിട്ട് വരും? കൊട്ടാരക്കര മാവേലിക്കര. അവിടുത്തെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് പരിചയമുണ്ട്? ആരൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ? അരുൺകുമാർ, കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ BJP സ്ഥാനാർത്ഥി പുള്ളിയുടെ പേര് കലാശല ബൈജു കൊട്ടാരക്കര. അപ്പോൾ ഈ 3 പേരെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇവർ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇവരെന്തെങ്കിലും ഭാഗത്തൊക്കെ അല്ലെങ്കിൽ കേരളത്തിലായാലും എവിടെയെങ്കിലും ഇവരെന്തെങ്കിലും ഒരു പ്രവർത്തനം കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തത് നിങ്ങൾ ഒരു ഓർമ്മയിലുണ്ടോ? അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഇല്ല തൽക്കാലം. അപ്പോൾ ഇവര് രാഷ്ട്രീയത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതായത് രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് കാര്യമായിട്ട് ഇടപെടുന്നൊന്നുമില്ലായിരുന്നു വ്യക്തിപരമായിട്ട്. ഇപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി. രാഷ്ട്രീയം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണോ? നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? അത് നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാണോ അത്? ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളിപ്പം കുറേ ഉണ്ട്. ഇനിയിപ്പം വ്യക്തമായ നിലപാട് ശരിക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ അടുത്ത 5 വർഷം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന MP ഏതൊരു കാര്യത്തിൽ ശ്രദ്ധിക്കണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? അവർ ഏതൊരു രീതിയിലാണ് അടുത്തൊരു ഭരണം അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഈ ജനങ്ങൾക്ക് കുറച്ചുകൂടെ കുറച്ച് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ
ആ, ഭരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കുറച്ച് വികസനവും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്നൊക്കെയാണ് നമ്മളെ കുറച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും അവരെ കൂടുതലായിട്ട് ഇപ്പം കൂടുതലായിട്ട് ആൾക്കാർ വിദേശം പോലത്തുള്ള, അതായത് കുട്ടികളായാലും വിദേശ രാജ്യങ്ങളിലോട്ട് പോകാനാണ് നോക്കുന്നത്. അപ്പം മാക്സിമം ഇവിടെ തന്നെ കുറച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അവരെ അവരെയും ഇതിൻ്റെ ഭാഗമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മാക്സിമം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആ, യുവാക്കൾക്കെല്ലാം ഇതേപോലെ തൊഴിലും കാര്യങ്ങളെല്ലാം കൊടുക്കുക, അതൊക്കെ ഞാൻ പറയുന്നുള്ളൂ, ഉദ്ദേശിക്കുന്നു. ഈ തൊഴിലവസരങ്ങൾ ഏത് രീതിയിൽ സൃഷ്ടിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുള്ളതാണോ, അതോ സർക്കാരിൻ്റെ വകുപ്പുകളിൽ കൂടുതൽ ആൾക്കാരെ എടുക്കണമെന്നുള്ളതാണോ, അതോ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിന് കൂടുതലൊരു മുൻഗണന കൊടുക്കണം, അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് സെക്ടറിലോട്ട് കൂടുതൽ ജോലി അവസരം കിട്ടണം? എവിടെ നിങ്ങൾക്ക് ഒരു ജോലി അവസരം കൂടുതലും ഉണ്ടാകാനായിട്ട് എന്തായിരിക്കും നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഒരു പോംവഴി? ഇപ്പം എല്ലാ മേഖലയിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ഭാഗം മാത്രമല്ല. ഇപ്പോൾ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ എന്ന രാജ്യത്ത് എല്ലാവരും ഉണ്ടല്ലോ. പബ്ലിക് ആയാലും, അതായത് ഈ ഗവൺമെൻറ് ആയാലും, ആ, ഇതേപോലെ തന്നെ മാനേജ്മെൻറ്റ് അത് ആയാലും, എന്തായാലും എല്ലാ രീതിയിലും, അതായത് എല്ലാ ഗവൺമെൻറ് പരമായിട്ടായാലും, എനിക്ക് അങ്ങോട്ട് പറയാൻ വാക്കുകൾ അങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല. എല്ലാ രീതിയിലും എന്ത് ചെയ്യണം, യുവാക്കളെ എല്ലാ ഭാഗങ്ങളിലും റിക്രൂട്ട് ചെയ്ത് അവർക്ക് തൊഴിലവസരങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോദിജിയുടെ ഒരു അഡ്വൈസ് ഞാൻ ഇവിടെ കേട്ടത്, നിങ്ങൾക്ക് പിന്നെ സമോസ സ്റ്റോളുകൾ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായമുള്ളത്? ഞാനതിനെ പറ്റി ശ്രദ്ധിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിയത്തില്ല, അതിനെപ്പറ്റി അറിയത്തില്ല. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഒരു തൊഴിലവസരം ഉണ്ടായിട്ടുണ്ടോ? ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞ പോലെ തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ളത് എന്താണ്? ഉണ്ടായിട്ടുണ്ട്. അതിനെക്കാട്ടി കൂടുതലും ആൾക്കാർ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ചുകൂടെ തൊഴിലവസരങ്ങളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആറ്റിങ്ങലും ഉണ്ടല്ലോ. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? സ്ഥാനാർത്ഥികളെ പരിചയമുണ്ട്. അഡ്വക്കേറ്റ് ജോയി, മറ്റേ മുരളീധരൻ, അടൂർ പ്രകാശ്. ഈ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ, ഈ 3 പേരെ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ, അപ്പോൾ അവർ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരുന്നുണ്ടോ? ഇപ്പോൾ അവർ ഒരെണ്ണം എടുത്ത് പറയാനായിട്ട് ഉണ്ടല്ലേ. അതായത് ബൈപ്പാസിന്റെ നല്ല ഒരു കാര്യമാണ്. 15 വർഷം കൊണ്ട് നടക്കാതിരുന്ന ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങൾ അടൂർ പ്രകാശ് വന്നിട്ട് നടന്നതായിട്ട് അറിയുന്നുണ്ട്. അത് വർക്കുകൾ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആറ്റിങ്ങില് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് വണ്ടി കൊണ്ട് തിരക്ക് മാറി കിട്ടി. അപ്പം അത് നല്ലൊരു കാര്യമല്ലേ വികസനം. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കിപ്പോൾ എണ്ണി പറയാനായിട്ടുള്ള മെമ്മറി ഒന്നും ഇല്ല. അത് തന്നെ. പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ രണ്ടുപേരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും വലിയതായിട്ട് ആരും ഒന്നും ചെയ്തായിട്ട് നമുക്ക് ഓർമ്മയില്ല. ഇതായിരിക്കും ഇപ്പൊ ഈ ബീച്ചിൽ തന്നെ ഒരു മാസത്തിന് മുന്നേ ഇവിടെ നമ്മുടെ ഇവിടുത്തെ MLA ചെയ്ത ഒരു പ്രവർത്തനമാണല്ലേ അപകടത്തിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് പരിക്കും അത്യാസന്ന നിലയിലൊക്കെ ആയല്ലേ. ഇതൊക്കെ നമ്മുടെ MLA ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഏതാ? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അത് തന്നെ. പിന്നെ എന്തൊക്കെയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പിന്നെ അത് ശരിയാക്കിയോ? അത് ഇല്ല, അതെല്ലാം തകർന്ന് ഇവിടെ കിടക്കുകയല്ലേ. അത് അതേപടി കിടക്കുകയല്ലേ. അത് പ്രൈവറ്റിന്റെ ആണോ അതോ സർക്കാർ? 2 ദിവസം മുമ്പേ നമ്മളും അതിൽ കയറിയാണ്. അത് 2 ദിവസം താമസിച്ചാണ് നമ്മൾ അതിൽ പെട്ടുപോയത്. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ കടലിൽ തിരമാല എന്നാണ് പറഞ്ഞത്. കടലിൽ തിരമാല അല്ലാതെ പിന്നെ കടലിൽ എന്താണ് ഉണ്ടാവുന്നത് നമുക്കറിയില്ല. പിന്നെ നമ്മൾ അടുത്ത ഒരു സ്ഥാനാർത്ഥി നമ്മുടെ മുരളീധരനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം? മുരളീധരനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും നമുക്കറിയാം. ഒരു ട്രോള് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. നമ്മൾ പെട്രോളിന് വില കൂടിയ കാര്യം ചോദിച്ചപ്പോഴത്തെ പുള്ളി പറഞ്ഞ ആ ട്രോള് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. വേറെ പ്രത്യേകിച്ചൊരു കാര്യം മുരളീധരന്റെ നമുക്ക് അറിയില്ല. അപ്പൊ അടുത്ത ഒരു ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കേന്ദ്ര ഭരണം
നമ്മളെ സംബന്ധിച്ച് ഒരു തൃപ്തികരമാണോ, അതോ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ പഴയ ഇന്ത്യ ആവണം. എല്ലാ മതവിഭാഗക്കാർക്കും ഒരേപോലെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അത് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു 5 വർഷം നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി ഈ വിഷയത്തിൽ എന്തൊരു ആ, തീരുമാനം എടുക്കണം, അല്ല അത് പാർലമെന്റിൽ ഏതൊരു നിലപാട് സ്വീകരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നല്ല നിലപാടുകൾ എടുക്കണം. ആ, എല്ലാ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള കണക്കുള്ള ഭരണങ്ങൾ അത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, നല്ലതുപോലെ എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവരുടെ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നത്? പറയാനല്ലേ ഉള്ളൂ. കാരണം ഇപ്പോൾ റേഷനരിയൊക്കെ എല്ലാം വെട്ടിക്കുറച്ച് പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള നിവൃത്തി ഇല്ലാതായി. പാവപ്പെട്ടവരൊക്കെ ജീവിക്കുന്ന അതിലൊക്കെ ആയിരുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് എല്ലാം ഓപ്പണായിട്ട് പറയാനൊന്നും പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പോഴും. മനസ്സിലായില്ലേ? എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പിറകിൽ കടിച്ചു തൂങ്ങേണ്ട കാര്യങ്ങൾ വരും. പണ്ടത്തെക്കാലം അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ പേടിക്കേണ്ട സ്ഥിതിയായിട്ട് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിനെതിരെ കേസും അതിനെതിരെ നിയമ നടപടികളും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ നടക്കില്ല. പിന്നെ ഇപ്പം നമ്മൾ എന്താ അഭിപ്രായം പറയാം? അധികാരമുള്ളവർക്ക് അധികാരമുണ്ട്, ഇല്ലാത്തവർക്ക് അതില്ല, അത്ര തന്നെ. നമ്മുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അറിയാമോ? ബി.ജെ.പിയുടെ വി മുരളീധരൻ, UDF-ന്റെ അടൂർ പ്രകാശ്, LDF-ന്റെ അഡ്വക്കേറ്റ് വി ജോയ്. ഈ 3 സ്ഥാനാർത്ഥികളെ നേരത്തെ പരിചയമുണ്ടോ? ഇവര് നേരിട്ട് പരിചയമൊന്നുമില്ല. ഈ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്, രാജ്യസഭാ മെമ്പറാണ്. അങ്ങനെയുള്ള പത്രത്തെ കൂടിയുള്ള മാധ്യമങ്ങൾ കൂട്ടിയുള്ള പരിചയമുള്ളൂ. ഇപ്പൊ ഈ 3 സ്ഥാനാർത്ഥികളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇവര് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവർത്തനം നമുക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടോ ഇവരുടെ? ഈ അടൂർ പ്രകാശിൻ്റെതും വി മുരളീധരൻ്റെതും പ്രവർത്തനത്തെ പറ്റി മനസ്സിൽ പതിഞ്ഞ ഒരു പ്രവർത്തനം കാണാൻ കഴിഞ്ഞില്ല. കാരണം ഈ കേരളം ഒരുപാട് പ്രതിസന്ധികൾ കൂടി കടന്നുപോയ കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം, ഈ കോവിഡ്, ഈ ഘട്ടങ്ങളിലൊന്നും ഇവരുടെ ഒരു സേവനം കിട്ടിയിട്ടില്ല. മറിച്ച് അവിടെയൊക്കെ വി ജോയിയുടെ സേവനം കാര്യമായിട്ട് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പറയുന്നത് വി ജോയി തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ പകർച്ചവ്യാധികൾ നമ്മൾ ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം കോവിഡ് മാത്രമല്ലേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധി എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ സ്ഥിതി എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ ആറ്റിങ്ങൽ ഭാഗത്ത് ഈ കോവിഡ് സമയത്ത് എങ്ങനെയായിരുന്നു അതിന്റെ സ്ഥിതി? വളരെ രൂക്ഷമായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് കാരണം വരുമാനം ഇല്ലാത്തൊരവസ്ഥ. എങ്കിലും പട്ടിണി കിടക്കാതെ നോക്കാനായിട്ടൊരു ബാധ്യത സർക്കാരിനുണ്ടായി. റേഷനായിട്ടും കിറ്റായിട്ടും വിതരണം ചെയ്ത് ആൾക്കാരുടെ പട്ടിണിയില്ലാതെ കിടക്കുന്ന സാഹചര്യം സർക്കാർ തലത്തിലുണ്ടായി, പ്രാദേശിക തലത്തിലുള്ള സംഘടനാ തലത്തിലും ഉണ്ടായി. റെസിഡൻസ് അസോസിയേഷൻ ഒരുപാട് ഹിറ്റൊക്കെ വിതരണം ചെയ്ത് അങ്ങനെ പട്ടിണിയില്ലാതെ, ജോലിയില്ലെങ്കിലും വരുമാനം ഇല്ലെങ്കിലും പട്ടിണിയില്ലാതെ നോക്കുന്ന ഒരു സാഹചര്യം സർക്കാർ തലത്തിലുണ്ടായി. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഇനി നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പം കഴിഞ്ഞ 10 വർഷത്തെ ഭരണം നിങ്ങൾക്ക് സംതൃപ്തമാണോ? അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം താല്പര്യപ്പെടുന്നുണ്ടോ? സംതൃപ്തനല്ല, മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2019 ഇലക്ഷനിൽ ഒരുപാട് ഗ്യാരണ്ടികളൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്തതാണ്, ഒന്നും തന്നെ നടപ്പിലാക്കില്ല. വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നതനുസരിച്ച് പെട്രോൾ, ഡീസൽ, ഗ്യാസിൻ്റെ വില കുറയും. പക്ഷേ ഉണ്ടായില്ല. ഒരു വർഷം 2 കോടി തൊഴിൽ വാഗ്ദാനങ്ങൾ ചെയ്തതാണ്, പക്ഷേ ഉണ്ടായില്ല. പിന്നെ ഏറ്റവും വലിയ പൊതുനഗര സാധനമായ റെയിൽവേ, അതിലേക്ക് ഒരുപാട് വേക്കൻ്റ് ഉണ്ട്. അവിടേക്ക് നിയമനം നടക്കുന്നില്ല. മറിച്ച് റെയിൽവേ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഈ UPA സർക്കാരിൻ്റെ ഭരണത്തിൽ ഒരു തൃപ്തനും ആയിരുന്നില്ല. അപ്പോൾ ഈ റെയിൽവേയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ അപകടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളുടെ കാരണം ഈ അപ്പോയിൻമെൻറ്റുകൾ നടത്താത്തതാണോ? അതെന്താണ്? അത് ഇപ്പം മന്ത്രിയൊന്നും രാജിവെക്കുന്നതായിട്ടൊന്നും കണ്ടുമില്ല. ഈ ജീവനക്കാരുടെ കാരണം 6 മണിക്കൂർ പണി ചെയ്യുന്നത് 10, 12, 14 മണിക്കൂറൊക്കെ പണി ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ട് ക്ഷീണം ഉണ്ടാവും.
ഉറക്കമില്ലായ്മ അതൊക്കെ ഉണ്ട്. അതൊക്കെ ജോലിയെ ബാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു പുതിയൊരു സർക്കാർ വരുമ്പോൾ അവൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ നമ്മളൊരു മാറ്റം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവർ എന്തെങ്കിലും ഒരു പ്രധാന തീരുമാനം അവരെടുക്കണം, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ചിന്തയുണ്ടോ അതിനെക്കുറിച്ച്? എനിക്കങ്ങനെ ഒരു ചിന്തയുണ്ട്. കാരണം നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിന് വളരെ വളരെ പ്രാധാന്യം കൊടുക്കണം. ഒപ്പം ഈ ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു 3-5 ബില്ല് പാസ്സായത് പാർലമെൻറ്റ് ചർച്ച ചെയ്യാതെ പാസ്സായതാണ്. അപ്പോൾ അത് പാർലമെൻറ്റ് എന്തിനാണ്? അപ്പോൾ അവിടെ ചർച്ചയിൽ കൂടിയില്ല അതൊക്കെ വരേണ്ടത്. പക്ഷേ ചർച്ച ചെയ്യാതെ പാസ്സാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം, ഈ നോട്ട് നിരോധനം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഈ പുക ബോംബ് സൃഷ്ടിച്ച് സ്ഫോടനം പാർലമെൻറ്റിനകത്തുണ്ടായത്, അത് ഒരു BJPയുടെ MP പാസ് വെച്ച് അകത്ത് കയറി. അതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടായതുമില്ല. അതിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയതുമില്ല. അതാണ് ജനാധിപത്യം. അതുകൊണ്ട് ഈ പാർലമെൻറ്റിൽ വിലയേറിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ വരണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി 140ഓളം MP സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ചിലരെ പുറത്താക്കുന്നു, ചിലർ പിന്നെ കോടതിയിൽ പോയിട്ട് തിരിച്ചു കയറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത് നടപടി നിയമത്തിലുള്ളതാണെങ്കിലും അങ്ങനെയുള്ള ചെയ്യുന്ന ആ പ്രവർത്തികൾ അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ചർച്ച വരുമ്പോഴത്തേക്ക് ഈ മോഡി സർക്കാരിൻ്റെ എതിരായിട്ട് അഭിപ്രായങ്ങളും ചർച്ചകളും വരുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും. പക്ഷേ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് അതൊക്കെ. ഈ പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനത്തിൽ അതൊന്നും പാടില്ലാത്തൊരു സംവിധാനമല്ലേ. അതല്ലല്ലോ ഉണ്ടായത്. വിലയേറിയ ചർച്ചകൾ ഇവിടെ ഉണ്ടായി. അതൊക്കെ ചർച്ചയിൽ കൂടി വരേണ്ടതല്ലേ. ചർച്ചകളിന് പാർലമെൻറ്റ് കൂടണം. ഈ പ്രതിപക്ഷം ഭരണകക്ഷിയിലുള്ള MP സന്നിഹിതരായി അവരൊക്കെ സജീവ ചർച്ചയിൽ പങ്കെടുക്കണം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കിയത് തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമല്ലേ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നത്, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ജയിലിൽ ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ അതൊക്കെ നല്ലൊരു തീരുമാനമാണോ, അതോ എന്താണ് അതിനെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായമുള്ളത്? അത് നല്ല തീരുമാനമല്ല. ഒരു ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ കാരണമില്ലാതെയൊക്കെ പിടിച്ചകത്താക്കുക വെച്ചാൽ അത് ഞങ്ങൾക്ക് തന്നെ അതിന് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ. ആ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ നോക്കാതെ ഇങ്ങനെയൊക്കെ ഒരു എന്താ പഴയ ഈ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ ആ രീതിയിലേക്ക് കൊണ്ടുപോകുക ഒരു നല്ല സംവിധാനമല്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. ഒരു കാരണമില്ലാതെ പിടിച്ചകത്താക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യോജിപ്പില്ല. നിങ്ങൾക്ക് ഇവിടെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാവോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്? അറിയാം. ഒന്ന് നമ്മളെ ജോയ് സാറ്, ഒന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്, രണ്ടാമത് BJP സ്ഥാനാർത്ഥി മുരളീധരൻ സാറ്. വേറെ ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ അങ്ങനെ ആരെക്കുറിച്ചെങ്കിലും അറിയാവോ? വേറെ ആരായിട്ട് അറിയില്ല. ഈ 3 സ്ഥാനാർത്ഥികളെ അറിയാവുന്നതിൽ ഇവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? ഇവർ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യമോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമോ ഇവർ ഓരോരുത്തരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്? അവര് 3 പേരില് ഓർക്കുന്നതായിട്ട് ഇപ്പൊ വികസനം എന്ന് പറയുന്നത് ആരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. വികസനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹൈമാസ്റ്റ് ലൈറ്റ് ആണോ, അതോ റോഡുകളാണോ, അതോ വ്യവസായ സ്ഥാപനങ്ങളാണോ? എന്താണ് നിങ്ങളെ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈമാസ് ലൈറ്റ് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അത് വെറുതെ ഒരു ലൈറ്റ് മാത്രമായി ഒതുങ്ങുകയല്ലേ ഉള്ളൂ. പിന്നെ വികസനം എന്ന് പറയുമ്പോൾ നമ്മളെ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്ന് യുവാക്കൾക്ക് വേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നും നമുക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. യുവാക്കൾക്ക് കൂടുതലായിട്ട് വേണ്ടി കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരണം. അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുതൽ കിട്ടണം എന്നുള്ളതാണോ? അവർക്ക് പാർക്കുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അവർക്ക് എന്റർടൈൻമെന്റിനുള്ള വിനോദത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യുവാക്കൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തനം വേണമെന്ന് പറയുമ്പോൾ യുവാക്കൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തനം പറയുന്നത് യുവാക്കൾക്ക് ഇപ്പോൾ ജോലി സംബന്ധമായി ഒരുപാട് ഇത് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. പിന്നെ പാർക്ക്, എന്റർടൈൻമെന്റ്, അങ്ങനെ അതൊക്കെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ ഏത് പാർട്ടി കൊണ്ടുവന്നാലും. അപ്പൊ യുവാക്കൾക്ക് ഇവിടെ ജോലി ഉണ്ടാക്കാനായിട്ട് എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമുക്ക് ജോലി കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും ഇവിടെ ഇതിപ്പോ ടൂറിസം മേഖലയാണല്ലോ. ടൂറിസം മേഖലയിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് കൂടുതൽ യുവാക്കൾക്ക് അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി എന്തെങ്കിലും 3 പാർട്ടിയിൽ ഏത് പാർട്ടിയിലും കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും.
അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ധനസഹായങ്ങളാണോ, ഇപ്പൊ ലോണാണോ, അതോ ഈ നിയമങ്ങൾ ലഘൂകരിക്കലാണോ, അതോ നിങ്ങൾക്ക് അതിനുള്ള പരിശീലനമാണോ, എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പം കൂടുതലായിട്ട് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ നമ്മൾ ഒരു ഓർമ്മ വരുന്നത്? ധനസഹായമുണ്ട്, പിന്നെ നിയമങ്ങൾ ലഘൂകരിക്കണം. പഴയ നിയമങ്ങൾ മാറ്റി പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. യുവാക്കൾക്ക് അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ തന്നെ. ഓക്കെ. അപ്പം പിന്നെ മറ്റ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്ക് അങ്ങനെ നല്ലൊരു കാര്യം എടുത്തു പറയാനായിട്ട് കണ്ടില്ല. ഇനി അടുത്ത ഒരു 5 കൊല്ലങ്ങളിൽ കൊണ്ട് ഇനിയിപ്പോൾ ആരായാലും തിരഞ്ഞെടുക്കപ്പെടുന്നത്, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അത് ഏതൊരു ഇപ്പം നിങ്ങൾ പറഞ്ഞ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞു, അതല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോഡിലൊക്കെ ഇപ്പൊ നാശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മുൻകൂട്ടി ഇലക്ഷൻ വരുന്നതിന് മുമ്പേ അവർ ഇത് ചെയ്യേണ്ടായിരുന്നു. ഇലക്ഷൻ ടൈമിൽ ഈ റോഡ് ഇപ്പൊ ശരിയാക്കിയിട്ട് ഒരു ഉപയോഗമില്ല. ഇപ്പോൾ ഈ റോഡുകൾ നന്നാക്കുന്ന പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ നേരത്തെ നമുക്കത് സൗജന്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ ആ വഴി പോകുവാണെങ്കിൽ നമ്മുടെ നിന്ന് പൈസ പിരിക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് വരാൻ പോവുക. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് നേരത്തെ ഉള്ള രീതിയിൽ തന്നെ സർക്കാർ തന്നെ അത് വികസിപ്പിക്കുന്നതായിരുന്നോ നല്ലത്, അതോ പ്രൈവറ്റ് കമ്പനികൾക്ക് നമ്മൾ പൈസ കൊടുത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ സാധ്യതയുണ്ടോ? പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. സർക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഇഴപ്പിക്കും. ഇത് ഒരു വിധത്തിൽ നല്ല തന്നെയാണ്. പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തത് നല്ല തന്നെയാണ്. നമ്മൾ ടോൾ കൊടുക്കുന്ന ടോളിൻ്റെ ഇത് എമൗണ്ട് കുറച്ച് വേണം നൽകേണ്ടത്. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നുള്ളതാണ്? ഇവിടെ വർക്കലക്കാരൻ തന്നെ. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാവോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? അല്ല, എന്നെ കൺസേൺ ചെയ്യുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി അറിയാം, ബാക്കി അറിയത്തില്ല. അറിയാം, അതെ അറിയാം. അപ്പൊ ഈ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം എന്തെങ്കിലും നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ഈ വർഷം അവരുടെ പ്രചാരണ ക്യാമ്പയിനിൽ തന്നെ അവർ ചെയ്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് അറിയാം. അല്ലെന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഞാൻ ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്, അങ്ങനെ പൊളിറ്റിക്സിലോട്ട് ഇല്ലാത്ത ആളാണ്. ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യാൻ പോകുന്നത്, അതോ ഇതിനു മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് 4ാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ആ വോട്ട് നിങ്ങളുടെ തീരുമാനം കറക്റ്റ് ആയിരുന്നു എന്നാ, അതോ എപ്പോഴെങ്കിലും അത് തെറ്റിപ്പോയി എന്നൊരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആദ്യത്തെ 2 തവണ വോട്ടൊരു ജസ്റ്റ് ഒരു കൗതുകം പോലെയാണ് ചെയ്തത്. പിന്നെ അവസാനത്തെ 2 തവണയാണ് സീരിയസ് ആയിട്ട് എടുത്തത്. സീരിയസ് ആയിട്ട് എൻ്റെ പൊളിറ്റിക്കൽ വ്യൂസിൽ വെച്ച് വോട്ട് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഭരണത്തില് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഓവറോൾ ഇന്ത്യയുടെ ആ ഒരു ഹോൾ പിക്ചർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളേണ്ട ഒരു ഇന്ത്യ ആക്ച്വലി ഇപ്പോൾ ഈ റൂളിംഗ് ഗവൺമെന്റ് തന്നെ ഒരു മതത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാവരും ഈക്വലാണ്. ബട്ട് നോർത്തിലോട്ടൊക്കെ വളരെ നടക്കുന്നുണ്ട്. ഇന്ത്യ മുസ്ലിംസിനെ തഴയുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രമല്ല തഴയുന്നത്, പിന്നോക്ക വിഭാഗങ്ങളെയും തഴയുന്നു എന്നാണ്. അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത് സെക്രട്ടറിമാരിൽ കേന്ദ്ര സർക്കാരിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷവും സവർണ ഏറ്റവും ഉന്നത ജാതിയിൽപ്പെട്ടവരാണ്, മറ്റ് പിന്നോക്ക ജാതിയിൽപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഒരു ആരോപണം പുള്ളി ഉന്നയിച്ചു കേട്ടു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇൻ ഡെപ്തിൽ എനിക്ക് ചോദിക്കുമ്പോൾ ഇതിനെപ്പറ്റി വലിയ വ്യൂ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അപ്പൊ ഈ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് അറിയാവോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ UDF വേണ്ടി അടൂർ പ്രകാശും, LDF വേണ്ടി വി ജോയിയും, പിന്നെ NDA വേണ്ടി വി മുരളീധരനുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ പരിചയമുണ്ടോ? അപ്പം ഇവര് മുൻകാലങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ഓർമ്മയിലോട്ട് വരുന്നതായിട്ടുണ്ടോ?
നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം 5 കൊല്ലം കൊണ്ട് നമ്മുടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ശ്രീ അടൂർ പ്രകാശ് ആയിരുന്നു ഇവിടുത്തെ MP ആയിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ വി ജോയി എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വർക്കല മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹം പുതുതായിട്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP ആയിട്ട് മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ വി മുരളീധരനും ആദ്യമായിട്ടാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ ശ്രീ അടൂർ പ്രകാശ് MP ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ബൈപ്പാസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നാവായിക്കുള ഹെൽത്ത് സെൻ്ററിന് വേണ്ടി ഒരുപാട് പൈസകൾ മുടക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഹൈമാക്സ് ലൈറ്റുകളും പിന്നെ മറ്റേ ബസ് സ്റ്റാൻഡും അങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ പിന്നെ MP ഫണ്ടിൽ നിന്നും 100% അദ്ദേഹം വിനിയോഗിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. പിന്നെ അതുപോലെ UDFിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. LDFിൻ്റെത് വി ജോയി വർക്കല നിയോജക മണ്ഡലത്തിൻ്റെ MLA ആണ്. ഇപ്പോൾ ഓൾറെഡി MLA ആണ്. പക്ഷെ അദ്ദേഹവും വർക്കലയെ പ്രതിനിധീകരിച്ച് ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളുടെ അറിവും. പിന്നെ വി മുരളീധരൻ പിന്നെ ലോക്സഭ ഇപ്പം കേന്ദ്ര സഹമന്ത്രി ആണെങ്കിൽ കൂടിയും പിന്നെ അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലവുമായിട്ട് അധികം ബന്ധമില്ല. പക്ഷേ എങ്കിലും പിന്നെ ലോക്സഭയിലേക്കുള്ള പിന്നെ പാർലമെന്റിൽ നിന്നുള്ള പരമാവധി അദ്ദേഹത്തിൻ്റെ ഫണ്ടുകളൊക്കെ അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ഫണ്ട് വിനിയോഗം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ വി മുരളീധരന്റെ അദ്ദേഹത്തിന്റെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരന്റെ ഫണ്ട് വിനിയോഗം യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുള്ളത് പിന്നെ അടൂർ പ്രകാശ് മാത്രമാണ്. വി മുരളീധരൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ഫണ്ട് വെച്ച് എന്തെങ്കിലും ഒരു ചെയ്ത ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം പിന്നെ കേരളത്തിൽ നിന്നുള്ള MP അല്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ലൈറ്റ് അത് സ്ഥാപിച്ചത് ആരാണ്? ഹൈമാക്സ് ലൈറ്റ് ഒക്കെ സ്ഥാപിച്ചത് അടൂർ പ്രകാശ് MP ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് തകർന്നു പോയി. അപ്പൊ അതിനകത്ത് അതിനി പുനഃസ്ഥാപിക്കേണ്ടതുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് പിന്നെ വെച്ച് 15 ദിവസം 30 ദിവസത്തിനകം തന്നെ തകർന്നു പോയെങ്കിൽ പിന്നെ എന്തിനാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ആവശ്യകത ഇല്ല നമുക്ക്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അടുത്ത ഒരു 5 വർഷം പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന MP നമ്മുടെ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യം അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഈ പുതുതായിട്ട് തിരഞ്ഞെടുക്കുന്ന MP നമുക്ക് വർക്കലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചെറിയ ആറ്റിങ്ങൽ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗതാഗത കുരുക്കിൽ നിന്നും പിന്നെ പിന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചുമതലയിൽപ്പെടുത്തുന്നതാണ് എൻ്റെ അഭിപ്രായം. കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈയിടെ നമ്മൾ കേട്ടു കുടിവെള്ളത്തിന്റെ നിരക്ക് ഏതാണ്ട് 20 മടങ്ങോളം എന്തോ വർദ്ധിപ്പിച്ചു എന്നത്. അപ്പൊ അത് അത്യാവശ്യമായിരുന്നോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ ആ ഒരു നിരക്ക് പാവങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ? കുടിവെള്ളത്തിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് സാധാരണക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമാണ് ഈ കുടിവെള്ളത്തിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചത്. പക്ഷേ എങ്കിലും നമ്മളെ കുടിവെള്ളം ആവശ്യകത എന്ന് വെച്ചാൽ ഏതൊരു ജീവികൾക്കും കുടിവെള്ളത്തിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ട് അത് എത്ര നിരക്ക് വർദ്ധിപ്പിച്ചാലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെയുള്ള വരുമ്പോൾ പാവപ്പെട്ടവർക്ക് അത് താങ്ങാനും സാധിക്കില്ല. എന്നാൽ അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അവർക്ക് അത് നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് യൂണിറ്റ് എങ്കിലും സൗജന്യമായിട്ട് കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? BPL ലിസ്റ്റിൽ പെടുന്നവർക്ക് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ സ്കീം അനുസരിച്ച് BPL ലിസ്റ്റിൽ പെടുന്നവർക്ക് പിന്നെ അത് സൗജന്യമായിട്ട് നൽകുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവിൽപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും BPL ലിസ്റ്റിൽപ്പെട്ടില്ല അവർ പറയുന്ന അതിനെക്കാട്ടി പരിധിയിൽ കൂടുതൽ വെള്ളം യൂസ് ചെയ്താൽ അവർ ബില്ല് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും പരമാവധി BPL കാര്യമെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗതാഗത സംവിധാനം റോഡുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ അതിപ്പോൾ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുക. പ്രൈവറ്റൈസ് വെച്ചാൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് പോയിട്ട് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് അവരിപ്പോൾ അതിനെ വികസിപ്പിച്ച് പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ അതിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വികസനത്തെക്കുറിച്ച് എന്താണ് താല്പര്യം? അത് നമുക്ക് പാവങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുമോ? പാവങ്ങൾക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് യാത്ര ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇങ്ങനെപ്പെട്ട ടോള് കൊടുക്കുന്നത് മറ്റ് സർക്കാരിൻ്റെ ഫണ്ടുകൾ വിനിയോഗിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ വിനിയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കഴിവതും ടോളിൻ്റെ പരിപാടികൾ ഒഴിവാക്കുക. സാധാരണക്കാർക്കുള്ള യാത്രാ സൗകര്യം
പിന്നെ പിന്നെ പ്രയോജനപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സർക്കാരിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇനി നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഭരണത്തിൽ ചേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു നടപടി കഴിഞ്ഞ ഒരു 10 വർഷത്തെ കേന്ദ്ര ഭരണത്തിൽ നമ്മൾ ഓർമ്മയിലുണ്ടോ? 10 വർഷത്തെ ഭരണത്തിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ പിന്നെ ഒരു പാർട്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ആ വ്യക്തിയല്ല. എങ്കിൽ കൂടിയും കുറച്ചൊരു 50% നല്ല കാര്യങ്ങൾ ചെയ്തു എന്നെങ്കിലും 50% തെറ്റായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഭരണത്തിൽ നിന്നുള്ളത്. എൻ്റെ അഭിപ്രായം അനുസരിച്ച് 50% തെറ്റായുള്ളത് 50% പ്രൈവറ്റ് കോർപ്പറേറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രൈവറ്റ് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ഒരു ഇത് കൊടുത്തു. കഴിഞ്ഞ ഭരണത്തിൽ നമുക്ക് കർഷകരുടെ കട ഒരു തവണ പോലും എഴുതി തള്ളിയിട്ടില്ല. അപ്പോൾ കർഷകർ ഒത്തിരി ആത്മഹത്യകൾ പെരുകുന്നു എന്ന് കേട്ടു. അതുപോലെ തന്നെ കർഷക നിയമങ്ങൾ അതിനുവേണ്ടി കർഷകർ സമരം ചെയ്ത് ഒത്തിരി കർഷകരുടെ ജീവൻ പോയിട്ടാണ് പിന്നെ അത് പിൻവലിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കർഷകരെ കണക്കിലെടുക്കാതെയുള്ള നിയമങ്ങൾ അതിലൊരു മാറ്റം വരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ച്? എൻ്റെ അഭിപ്രായം അനുസരിച്ച് കർഷകർക്ക് മുൻഗണന കൊടുക്കണം. കാർഷിക മേഖലയ്ക്ക് ജീവൻ പ്രാധാന്യമായ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകണം. ബാക്കിയുള്ളതിനെക്കാട്ടി പ്രാധാന്യം കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കർഷകർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടിയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് ആനുകൂല്യങ്ങളും സബ്സിഡികളും മറ്റുള്ള സൗകര്യങ്ങളും കൊടുത്ത് കർഷകരെ മുൻഗണന കൊടുത്ത് മറ്റുള്ള കോർപ്പറേറ്റുകളെ കാട്ടി കർഷകർക്ക് വേണം മുൻഗണന കൊടുക്കാനുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ ചേട്ടാ, താങ്ക് യു. പരപ്പനങ്ങാടി എന്നുള്ളത്? അതെ അതെ. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ, നിങ്ങൾക്ക് വോട്ടുണ്ടോ? വോട്ടൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെ സ്ഥാനാർത്ഥികളെ അറിയാവോ? ആരൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ സ്ഥാനാർത്ഥികൾ? അറിയില്ല, പ്രായം കൂടിയ ആരൊക്കെ. KS ഹംസ, സമദാനി, രണ്ടുപേരെ നമുക്ക് അറിയുള്ളൂ. BJP-ക്കാരെ ഞങ്ങള് ശ്രദ്ധിക്കലില്ല. അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് നേരത്തെ തൊട്ട് പരിചയമുള്ളവരാണോ? എന്തെങ്കിലും ഇവരുടെ നേരത്തെയുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾക്ക് അറിയാവോ? സമദാനിയെ ചെറുപ്പം മുതലേ അറിയാം, ബാക്കിയുള്ളവരൊന്നും നമുക്കറിയില്ല. സമദാനി ചെറുപ്പം മുതലേ പല സ്പീച്ചുകളിലും പല കാര്യങ്ങളിലും നമ്മൾ പരിചയമുണ്ട്. നമുക്ക് വലിയ ലാഭമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അറിയാൻ നിക്കുന്നത്? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഇവര് നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി സ്പീച്ചുകൾ ഒഴിവാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? ഇവരാരെങ്കിലും ഇതൊരു സ്ഥാനാർത്ഥികൾ സമദാനി ചെയ്തതായിട്ട് ഓർമ്മയുണ്ട്. സമദാനി കുറെ ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ നാട്ടില് റെയിൽവേന്റെ ഇതിലൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളറിയില്ല, നമ്മളെ കാരണവന്മാര് പറഞ്ഞതും അറിഞ്ഞതൊക്കെ ആണ്. അപ്പൊ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് ഈ തെരഞ്ഞെടുപ്പ്? കഴിഞ്ഞ 10 വർഷത്തെ ഭരണം നിങ്ങൾക്ക് എങ്ങനെയാണ്? തൃപ്തിയാണോ? അതോ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒഫീഷ്യലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ എനിക്ക് കോൺഗ്രസ് വരണം ഈ പ്രാവശ്യം അധികാരത്തിൽ. എന്താണ് കോൺഗ്രസിൽ എന്താണ് നിങ്ങളെ ആകർഷിച്ചത്? കോൺഗ്രസ് എന്ത് ആണ് നമുക്ക് അതിനകത്ത്? കോൺഗ്രസ് ഭരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ജനങ്ങൾ അറിഞ്ഞിട്ടില്ല അവർ ഭരിച്ചത്. സത്യം പറഞ്ഞാൽ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല അവർ ഭരണം. അവര് എന്ത് ചെയ്തോട്ടെ, പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പരിപാടിയും കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ മറ്റു പാർട്ടികൾ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ അറിയാം, അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ ചെറിയ കുട്ടികൾക്ക് വരെ പ്രധാനമന്ത്രി അറിയാന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റിമറിച്ചു. അപ്പൊ കോൺഗ്രസിന്റെ പക്ഷെ ഭരണത്തില് നമ്മൾ ആലോചിക്കുമ്പോൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും നടന്നു. പക്ഷേ അത് കോൺഗ്രസ് അതിനകത്ത് നടപടികളൊന്നും എടുത്തില്ല. ശക്തമായ നടപടികൾ എടുക്കുന്നതിൽ കോൺഗ്രസിന് ഒരു പരാജയം ഉണ്ടായി. അതായത് ഈ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത്. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടതിൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല.
കാരണം അവിടെയുള്ള തീവ്ര തീവ്രമായിട്ടുള്ള ചിന്തയുള്ള മതക്കാരുടെ ഒരു ഇതാണ് പ്രശ്നമാണ് അവിടെ നടന്നത്. അതിൽ ഒരു പാർട്ടിക്കോ ഒരു പ്രധാനമന്ത്രിക്കോ ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു എന്താ പറയുക, വർഗീയതയിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ ആ പ്രശ്നത്തിന് സുപ്രീം കോടതി ആയിട്ട് ഒരു പരിഹാരം ചെയ്തിട്ടുണ്ട്. ആ ഒരു പരിഹാരത്തിൽ നിങ്ങൾ തൃപ്തരാണോ? തൃപ്തരല്ല. നമുക്ക് അതിനോട് യോജിപ്പില്ല എന്ന് തന്നെ പറയാം ആ ഒരു കാര്യത്തോട്. ഇപ്പോൾ അവിടെ മൂന്ന് പേർക്കും അവിടെ സ്ഥലം കൊടുത്തു. 3 പേർക്കും ആരാധനാലയങ്ങൾ അവിടെ പണിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് ഒരു വീതം കിട്ടിയതല്ലേ. അപ്പോൾ അതിന് നമുക്ക് ആ പ്രശ്നത്തെ ഇനി നമുക്ക് അതിനകത്ത് തീർക്കാൻ പറ്റത്തില്ല. അതോ എന്തൊരു മാറ്റമാണ് അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു ആരാധനാലയം പൊളിച്ചിട്ട് മറ്റൊരു ആരാധനാലയം പണിയാന്ന് പറയുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ. ഒരു സംഭവം പൊളിച്ചിട്ട് പിന്നെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അല്ല, നമ്മൾ ആരാധനാലയങ്ങൾ പഴകി കഴിയുമ്പോൾ നമ്മൾ പൊളിക്കാറുണ്ട്, പുതുക്കി പണിയാറുണ്ട് അല്ലേ? അത് മാറ്റിയിട്ട് വേറൊരു കൂട്ടർക്ക് അങ്ങനത്തെ ഇത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇനിയിപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ് ഇനിയിപ്പോൾ അയോധ്യയിൽ വരാൻ പോകുന്നതെന്ന് കേട്ടു. അതിന്റെ അങ്ങനെ ഒരു പള്ളി വരുന്നത് നല്ലതല്ലേ? വരട്ടെ, കേട്ടിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ കണ്ടിനോ? അല്ല, അതിന് പദ്ധതികൾ പുരോഗമിക്കുന്നു എന്ന് കേട്ടു. 10 വർഷത്തിന്റെ ഉള്ളിൽ വരുമോ? അയോധ്യയിലല്ല, നമ്മളെ ഈ വേറൊരു സംഭവമില്ലേ, എന്തതിന് വരും, ഒരു പ്രതിമ പണിഞ്ഞ് എത്ര വർഷം കൊണ്ടാ ഗുജറാത്തില് പട്ടേൽ പ്രതിമ പണിഞ്ഞ് നിങ്ങൾ അന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാം അറിഞ്ഞ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് പറഞ്ഞു നടക്കുന്നുള്ളൂ, ഇത് അറിയൂല, വരൂല, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു പ്രശ്നം നമ്മുടെ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്, ഈ ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ശക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയില്ല. അങ്ങനെ അതിന്റെ കുറ്റവാളികളെ അന്നേ മതിയായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അതിനെക്കുറിച്ച് എന്തൊരു അഭിപ്രായമുണ്ടോ? ഗുജറാത്ത് ടോട്ടലി BJP ഭരണമുള്ളൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിലേക്ക് പെട്ടെന്നൊരു പ്രധാനമന്ത്രിക്ക് കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പിണറായി പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് ജനങ്ങൾ സപ്പോർട്ടാണ്. അത് പെട്ടെന്ന് പ്രൈം മിനിസ്റ്ററിന് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയത ഉണ്ടാക്കാന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇനി ഒരു പുതിയൊരു MP വരുവാണെങ്കിൽ ആ MP യിൽ നിന്ന് നിങ്ങൾ എന്തൊരു നിലപാട് നിങ്ങൾ യുവാക്കൾക്ക് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളിവിടെ തൊഴില്, അതന്നെ തൊഴില്. ഇപ്പോൾ തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ ഒരു 10 വർഷം മുമ്പത്തേക്കാളും ഇപ്പോൾ തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണോ? അതെന്താണ് നിങ്ങൾ അതിന്റെ ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കാരണം ജനസംഖ്യ അതന്നെ. അപ്പൊ ചൈനയില് ജനസംഖ്യ വളരെയേറെ, അവർ ലോകത്തിലെ ഏറ്റവും വലിയതായിരുന്നു. പക്ഷെ അവിടെ ഒന്നും കാര്യമായിട്ടുള്ള തൊഴിലില്ലായ്മ നമ്മുടെ ആരെയും പട്ടിണി എടുത്തുന്നില്ല, അതന്നെ പ്രശ്നം. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇവിടുത്തെ ജനസംഖ്യനാണ് പ്രശ്നം വരുന്നത്. ആർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റും? ഇപ്പൊ 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങൾ എത്ര യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ പറ്റും രാജ്യത്ത്? അല്ല, നമ്മളിപ്പോ പുതിയ ആധുനിക ലോകം എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങളാണ് ഏറ്റവും വലിയ സ്വത്തായിട്ട് നമ്മൾ പറയുന്നത്, യുവാക്കള്. അപ്പൊ അവർക്കാണ് ഈ കമ്പ്യൂട്ടർ പോലെയുള്ള തൊഴിലുകളിൽ സാധ്യത അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഈ എന്തെങ്കിലും ഒരു മാറ്റം, ഇപ്പോഴത്തെ നയങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സാധിക്കും, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, സാധിക്കില്ല. ഒന്നല്ലെങ്കിൽ ചൈന പോലെ ആവണം, ചൈനയുടെ പോലെ ഒരു വലിയ ഫാക്ടറി ഹബ് ആവണം. എന്നാലെങ്കിലും ഏകദേശം ഒരു 10-15 വർഷം കൊണ്ട് തൊഴിൽ ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ചൈനയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവാണ്. സ്വാതന്ത്ര്യം കുറവായിക്കോട്ടെ, പക്ഷെ അവർക്ക് ജോലിയും തൊഴിലും അവർക്ക് വേണ്ട എന്റർടൈൻമെന്റ് ഒക്കെ ആ രാജ്യത്തുണ്ട്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം മാത്രമുള്ള അവിടെ ഉള്ളത്. ബാക്കി എല്ലാ ഫ്രീഡം ആ രാജ്യത്തുണ്ട്. ചൈനയിലെന്ന് പറഞ്ഞാൽ നമ്മളെ ടിയാനൻമെൻ സ്ക്വയറില് പണ്ടത്തെ ഒരു ചരിത്രം നമുക്കറിയാമല്ലോ. അവിടെ ഒത്തിരി പേരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു.
അങ്ങനെയൊക്കെ ജനങ്ങളെ അടിച്ചമർത്തി. അതുപോലെ തന്നെ അവിടെ ഉയ്ഗർ മുസ്ലിങ്ങൾ അവരെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ അവർ നമ്മുടെ ബുദ്ധിസ്റ്റുകളെ അവരെയൊക്കെ അവിടെ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കത് പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യം അതുപോലെ തന്നെ. നമുക്കത് പറയാനുള്ള അധികാരമില്ല. നമ്മുടെ രാജ്യം അതേ പാതയിലാണ് പോണത്. അതേ പാതയിലൂടെയാണ്. ഇവിടെ ഏകദേശം ഇപ്പോൾ സൗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് സേഫ് ആയിട്ടുള്ള പ്ലേസ്. നോർത്തിൽ പോയിട്ട് മറ്റു മതക്കാർക്ക് എന്തെങ്കിലും പറയാനുള്ള അധികാരമില്ല. ചുരുക്കി പറഞ്ഞാൽ ആ വലിയൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വർഗീയതയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് തൊഴിൽ ഉറപ്പ് വരുത്താൻ വേണ്ടി സർക്കാർ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ കുറച്ച് പകരം നമുക്ക് ഫാക്ടറി ജോലികൾ പോലെ, അപ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലും അതാണല്ലോ. സർക്കാർ ഫാക്ടറികൾ തുടങ്ങുന്നു, ജനങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്കൊക്കെ സ്വാതന്ത്ര്യങ്ങൾ കുറച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണോ? ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇതൊക്കെ വലിയ ഏറ്റവും മുകൾ തട്ടിലിരുന്ന രാജ്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിട്ടും എല്ലാ രാജ്യങ്ങൾക്കാളും മുമ്പന്തിൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് അമേരിക്കക്ക് പോലും, അമേരിക്ക എന്നല്ല ലോകം മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ശക്തിയുള്ള ഒരു സാമ്രാജ്യമാണ് USSR ആയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് യുവാക്കൾക്ക് സ്വയം തൊഴിലിനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി ആണെങ്കിൽ മുദ്രാ ലോൺ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരാണെങ്കിൽ നിയമങ്ങളെല്ലാം ലഘൂകരിച്ചു എന്ന് പറയുന്നു പ്രോത്സാഹിപ്പിക്കാനായിട്ട്. നിങ്ങൾ വെറുതെ ടാക്സ് കൂട്ടുന്നു, അതിന് ഇപ്പോൾ നമ്മളൊരു ബൈക്ക് എടുക്കുന്നു അല്ലെങ്കിൽ അതിൽ പെട്രോൾ അടിക്കുന്നു, അതിനെല്ലാം വീണ്ടും ടാക്സ് തന്നെ കൂട്ടുന്നു. അതൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ബാക്കി ഞാൻ GCC കൺട്രിയിൽ വർക്ക് ചെയ്ത ആളാണ്. അവിടെ ഈ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ഗവൺമെന്റിന് ഈ ടാക്സിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ ഗവൺമെന്റിന് എന്താണ് ടാക്സിന്റെ ആവശ്യം? അല്ല, ടാക്സ് എന്ന് പറഞ്ഞാൽ GCC കൺട്രികളിൽ ഇപ്പോൾ സെയിൽസ് ടാക്സ് ഉണ്ടല്ലോ, GST ഉണ്ട്, വാറ്റ് ഉണ്ട്. വാറ്റ് 15% ഒക്കെ വാറ്റുണ്ട് സൗദി അറേബ്യയിലാണെങ്കിൽ. സമ്പാദിക്കുന്ന പൈസക്ക് ടാക്സ് ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇൻകം ടാക്സ് അവിടെ ഇല്ല. അതന്നെ, നമ്മൾ സമ്പാദിക്കുന്നത് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ പൈസ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ സമ്പാദിക്കുന്ന പൈസക്ക് നമ്മൾ ഇവിടെ ടാക്സ് എടുക്കണം. ടാക്സ് അടക്കണം. അല്ല, ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ആ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കച്ചവടം തുടങ്ങി. അപ്പോൾ ആ കച്ചവടം തുടങ്ങുമ്പോൾ അവിടെ ആ ഏരിയയിലുള്ള റോഡ് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, ഇപ്പോൾ ഫയർഫോഴ്സ്, പോലീസ്, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ പ്രോപ്പറായിട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് അവിടെ ഒരു വ്യവസായം തുടങ്ങാനും അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാനും പറ്റുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അതിലൊരു ലാഭത്തിൻ്റെ 1% നികുതി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ തൊഴിലില്ലായ്മയ്ക്ക് നമ്മൾ ഈ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% കൊടുക്കുന്നത് തെറ്റില്ല. 25%, 28% ഒക്കെ കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അത് 7.5 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വാർഷിക വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ പോരെ? പറ്റും നമുക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ഒരു ബൈക്ക് വാങ്ങി, നമ്മൾ ചെറുപ്പക്കാർ അങ്ങനത്തെ കാര്യങ്ങളെ അറിയുന്നുള്ളൂ. ഒരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം റുപ്യൻ്റെ ബൈക്കാണെങ്കിൽ അതിൽ 75,000 രൂപയോളം ടാക്സ് ആണ്. ആ ബൈക്കിന് പുറത്ത് വരുന്ന റേറ്റ് 1,25,000 ആയിരിക്കും. ബാക്കി ടാക്സാണ് വരുന്നത്. അല്ല, അങ്ങനെയുള്ള നികുതികളാണോ നമുക്ക് ഇവിടെ തൊഴിലില്ലായ്മയ്ക്ക് പ്രശ്നമായിട്ട് വരുന്നത്? തൊഴിലില്ലായ്മയ്ക്ക് പ്രശ്നമല്ല, യുവാക്കളെ പ്രശ്നമല്ലേ നിങ്ങൾ ചോദിച്ചേ. തൊഴിലില്ലായ്മ മാത്രമല്ലല്ലോ, യുവാക്കൾക്ക് അതും പ്രശ്നമാണ്. അപ്പം രാജ്യം മുൻഗണന കൊടുക്കേണ്ടത് അപ്പോൾ യുവാക്കൾക്ക് ഉള്ള എന്റർടൈൻമെന്റ്, വിനോദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണോ പറയുന്നത്? ബൈക്കൊക്കെ വാങ്ങുക അതിലാണോ, അതോ തൊഴിലില്ലായ്മ ആണോ പ്രധാനം, അതോ ഇങ്ങനത്തെ വിനോദ അവസരങ്ങളാണോ കൂടുതൽ പ്രധാനമുള്ളത്? രണ്ടും ആവശ്യം. അപ്പോൾ അടുത്ത ഒരു സർക്കാർ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തിലാണ് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നത്? തൊഴിൽ കൊണ്ടുവരാ, മാക്സിമം ഫാക്ടറികൾ അല്ലെങ്കിൽ കമ്പനികളൊക്കെ കൊണ്ടുവരാ. ജോലി അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ ഇവിടെ ജോലി കൊടുക്കാനുള്ള സോഴ്സ് ഇവിടെ ഇല്ല. തൊഴില്, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ്? ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യവസായം തുടങ്ങാനായിട്ട് ഇപ്പോൾ സാധിക്കാതെ വരുന്നത്? ഒന്നാമത്തെ കാര്യം ഫണ്ടാണ്.
പണ്ട് ഇവിടെ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഗുഡ് ഈവനിങ് ചേട്ടനെ. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നുള്ളവരാ? ഞങ്ങൾ നാവായിക്കുളം. അപ്പം ഇവിടെ അത് ആറ്റിങ്ങൽ മണ്ഡലമായിരിക്കും അല്ലേ ലോക്സഭ? ആറ്റിങ്ങൽ അപ്പം അവിടുത്തെ സ്ഥാനാർത്ഥികളെ ആരെയൊക്കെ നിങ്ങൾക്ക് അറിയാം? അഡ്വക്കേറ്റ് ജോയി और മുരളി മുരളി പിന്നെ അടൂർ പ്രകാശ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ഇവർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം? ഉണ്ട്. ഒരു നാവായിക്കുളം പഞ്ചായത്ത് നല്ല അല്ലേ, നല്ല റോഡ് എല്ലാം നല്ല നല്ല ഇതുണ്ട്, നല്ല വികസനങ്ങളാണ്. അതാരാണ്? MLA ആണ് ചെയ്ത്? അത് വി ജോയിയുടെ പ്രവർത്തനമാണോ? അതോട് അടൂർ പ്രകാശിന്റെ? ജോയി MLA. അടൂർ പ്രകാശിന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മുടെ ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? ലൈറ്റ് ലൈറ്റ് സിസ്റ്റം അങ്ങനെയൊക്കെ നല്ല കുഴപ്പമില്ല. അപ്പം പിന്നെ നമ്മുടെ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മുടെ ശ്രദ്ധയിലോട്ട് വരുന്നതായിട്ടുണ്ടോ? അത്ര എനിക്ക് അപ്പം ഈ നമ്മുടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ ഒരു 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭരണത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇപ്പോഴത്തെ ഭരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നല്ല കാര്യമോ ചീത്ത, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. നല്ല. അപ്പോൾ ഇനി അടുത്ത ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ ഇപ്പം നിലവിലുള്ള ഭരണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ, എന്തെങ്കിലും ഒരു മാറ്റത്തിനായിട്ട് സർക്കാർ എന്തെങ്കിലും ഒരു നയം മാറ്റണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? ഇല്ല അങ്ങനെയൊന്നും. നല്ല. ഓക്കെ, താങ്ക് യു.